സോ ഹലോ ഗായ്സ് വാട്സ്ആപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും എയർ ഡൗണിലോട്ട് സ്വാഗതം. നമ്മൾ എന്നത്തിൻ്റെ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ അളകടലും തോറ്റു. ഞാൻ ഇന്നലെ പുഷ് ചെയ്തിട്ട് പ്ലാറ്റിനം 5 ഒക്കെ ആക്കി. പിന്നെ ഞാൻ വീണ്ടും ഒരു സോളോ വിസീസ് ഡ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാം സെറ്റാവണമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമ്മൾ ഒന്ന് നല്ലതായിട്ട് കളിക്കണം. പിന്നെ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും സബ്ബും ലൈക്കും എല്ലാം ചെയ്യണം. ഇതുപോലത്തെ ഷോർട്സ് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ഒരു 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ നമുക്ക് ലൈവൊക്കെ ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ആക്കി തരണം പ്ലീസ്. അപ്പോൾ ഈ മാച്ച് ഇപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും അടിച്ചു നോക്കി, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് സോളോ കളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഡ്യൂറിങ് സോളോ കളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിപ്പോയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഒന്നും കുറേ നേരമായില്ലേ ഇത് സ്റ്റാർട്ടാവുന്നില്ലല്ലേ. എന്നാൽ എനിക്ക് പറ്റത്തില്ല. ഞാൻ CS കളിക്കാൻ നോക്കി. CS കളിക്കാൻ നോക്കി. നമ്മളൊരു CS എടുക്കണോ എന്നൊരു ആദ്യം തന്നെ നമുക്കൊരു ടച്ച് കിട്ടാൻ വേണ്ടി ഒരു ലോൺ വൂഫ് കളിക്കാം. നമുക്കൊരു ലോൺ വൂഫ് കളിച്ചിട്ട് എല്ലാം തുടങ്ങും. നിങ്ങളൊരു വഴിയും പഠിക്കണ്ട. നമ്മൾ സോളോ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയിട്ട് പിന്നെ എനിക്കൊരു എയർ ഡ്രോപ്പ് വന്ന് 475 രൂപയുടെ ഒരു എയർ ഡ്രോപ്പ്. അതിനകത്താണെങ്കിൽ മറ്റേ മേഘത്തിൻ്റെ ഒരു സ്കേറ്റിങ്ങും ഉണ്ട്. അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് 30 ഒരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ 1MB40 വെക്കാൻ പറ്റില്ല. ആദ്യം തന്നെ അവൻ പമ്പിങ് പട്ടസനാണ് എടുത്തത്. ഇന്നലെ നമ്മൾ ഇത് വെച്ച് ഒരുത്തനെ അടിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൊള്ളും. അവന് മറ്റേ പൊട്ടസന് സെക്കൻഡ് വരുന്ന ഡാമേജ് കൊണ്ട് നമ്മളവിടെ സ്റ്റാൻഡിനെ ഇട്ടിട്ട് നേരെ എന്നിട്ട് നമുക്ക് ഇവിടെ വെടി വെച്ചാൽ അവൻ്റെ ദേഹത്ത് കൊള്ളുന്നു. അങ്ങനെ ഞാൻ ഏതൊരു വീട്ടിൽ കണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇവിടെ കണ്ട് വെടി വെക്കണം, അവൻ്റെ ദേഹത്ത് കൊള്ളണമെന്ന്. അവിടെ കണ്ട് വിടുന്നില്ല. അത് സാധനങ്ങളെങ്ങാണ്ട് വേണം അതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ ഈ ഗ്ലൂവാളിൻ്റെ അകത്ത് വെടി വെച്ച് നോക്കിട്ട് ഒന്നും വരുന്നില്ല. ഗ്ലൂവാളൊന്നും ഓടിക്കാം. നമുക്ക് എന്നിട്ട് നെറ്റ് പോയാലല്ലേ ഒരു ഇമോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ നെറ്റ് പോയതുകൊണ്ട് ഒരു ഇമോട്ട് ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് നിങ്ങൾക്ക് ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും, കാരണം അടുത്തൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഞാനിവിടെ സിറ്റ് ഔട്ടിരുന്നാണ് ഇതാക്കുന്നത്. എല്ലാവരും കമൻ്റൊക്കെ വാരി പറക്കി ഇടുക. നമുക്ക് സപ്പോർട്ടാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇവനെ ഒന്ന് അടിച്ചു പോകണം. ഇവൻ ഇനി ഒന്നും അന്വേഷിക്കുന്നില്ല. ഞാൻ ഇറങ്ങി പോകണമെന്നാണ് വിചാരിച്ചത്. ഇവന് പുയ്യ കൊടുക്കും. അത് നമ്മൾ ചാവണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഫസ്റ്റൊക്കെ നെറ്റുണ്ടായിരുന്നു. ഇവൻ എന്തെങ്കിലും ജോലിക്ക് പോയതാണ്. ഞാൻ ഇപ്പം പ്ലാറ്റിനം 5 ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇതൊക്കെ പറ്റി. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ആ കളിയിൽ ഞാൻ പുയ്യ അടിച്ചു. അതുകൊണ്ട് എനിക്ക് പ്ലാറ്റിനം 5 വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഈ കളി പെട്ടെന്നൊന്ന് ആക്കണമല്ലോ. നീ എന്തിനാടാ ഇപ്പം കളിക്കാൻ വന്നേ? ഇങ്ങോട്ട് നമ്മുടെ ഒരു ബിസിനസ്സാണ്. നമ്മളെപ്പോഴും നറൂട്ടോ കയറും. ഇതാരാ ഈ മലയാളിയെ? നമ്മളല്ല, അതിൻ്റെ ചേട്ടനാണ്. പറഞ്ഞാണ് അവന് നെറ്റ് വന്നു. നെറ്റ് വന്നു. ഇതാണെങ്കിൽ ഒടുക്കത്തിലാകും. നമ്മൾ മെഡൊക്കെ അടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കളി ജയിച്ചാൽ മതി. പൊട്ടിക്കുന്നുണ്ട്.
അന്നേരം അവൻ എന്നെ കൊന്നു. ഇമോട്ടൊക്കെ എൻ്റെ ദേഷ്യം വന്നു. ഇപ്പം നല്ല നേരെ ചാടി ഇമോട്ടൊക്കെ ഇട്ട് പട്ടിച്ച് കാണിക്കാം നമ്മൾ. ഡെസേർട്ട് ആദ്യം എടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവൻ കുത്തിപ്പിടിച്ച് കൊല്ലത്തില്ലായിരുന്നു നമുക്ക്. പിന്നെ അവനെ ഇത് കണ്ണ എടുക്കുന്നതെന്ന് ഞാൻ നോക്കി. അവൻ ആണെങ്കിൽ M80 ആണ് എടുക്കുന്നത്. ഭയങ്കര അടിച്ചെടുക്കാൻ എനിക്ക് M80 സ്കിന്ന് ഇത് M80 നല്ലതായിട്ട് കളിച്ചുകൊണ്ട് എനിക്ക് മറ്റേ ഇതിനകത്തൊന്നും അങ്ങനെ കിട്ടും. എല്ലാ കണ്ണനും സ്കിന്ന് കിട്ടും. എനിക്ക് P90 കിട്ടിയിട്ടുണ്ട്, പിന്നെ M10 കിട്ടിയിട്ടുണ്ട്. ഒരടി ഗുണം കൊടുത്തു റിമോട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് ലാസ്റ്റുകൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ, പ്ലീസ് സബ്സ്ക്രൈബ്. എൻ്റെ അപേക്ഷ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂസ് കൂടുന്നുണ്ട്, പക്ഷെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. അതാണ് എൻ്റെ മെയിൻ. അവൻ എവിടുന്ന് തന്നെ അടിച്ചാൽ ആദ്യം കണ്ടില്ല. പിന്നെ അവൻ എന്നെ ഫോട്ടോ ഉപയോഗിച്ച് അപ്പത്തേനും ഭയങ്കര ലാഗായി. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ലാഗായി. പിന്നെ അവൻ കളി കളിച്ചു. എനിക്ക് ഭയങ്കര ലാഗായിരുന്നു. നിങ്ങൾക്ക് കാണുമെങ്കിൽ പറ്റില്ല. അവൻ കാരണം ഞാൻ നെറ്റില്ലാതെ ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത കളി കളിക്കാൻ പോകണം. അപ്പോൾ പണ്ടത്തെ നമുക്ക് ഡെസേർട്ട് എടുക്കാം. ഡെസേർട്ട് എടുക്കാൻ പറ്റും. KW കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കുട്ടിപ്പിടിയാൻ വിളിക്കും. അയ്യോ, ഈ കളി അവൻ എടുക്കുമെന്ന് തോന്നുന്നു. എനിക്ക് അമ്മാതിരി ലാഗാ. അയ്യോ, അവൻ ഏതാടാണ് ലാഗായോണ്ടാണ് ഗൈസ് അതിൻ്റെ കളിയെല്ലാം പോകുന്നത്. ഈ എന്തായാലും അങ്ങനെ പോയോ പിന്നിട്ട് നമ്മളിപ്പോൾ നെറ്റാളോട് കാണിക്കുകയാണ് ഗായ്സ്. ഇങ്ങനെ അവനെ കളി മണ്ടല്ല. ആദ്യം പിന്നെ ടച്ച് കൊടുക്കാനില്ല. അയ്യോ ഒന്നേ ഞാൻ എന്താ കൊണ്ടൊക്കെ എടുത്തു അമ്മേ. കളി എടുത്തു എങ്ങനെ എന്നോട് ചോദിക്കരുത്, എനിക്കറിയാം. നാലാമത്തെ റൗണ്ടല്ലേ എന്തായാലും കളി കിട്ടുന്നു ഞാൻ. പിന്നെ 2 M80 ഒരു ഡെസേർട്ടും എടുത്തു. അല്ല, നമ്മൾ ഒരു ഇതും എടുത്തു. നമ്മൾ സെറ്റിങ്സ് കയറിയിട്ട് നമ്മൾ സ്കോപ്പ് വെക്കിയാൽ സ്നൈപ്പേഴ്സിൽ നിന്നും ഇനി സ്കോപ്പ് എടുത്തുള്ളൂ. കാരണം ഇപ്പം ഇങ്ങനെ ആ സെറ്റിങ്സ് ഞാൻ ഓണാക്കി. ഇനിയിപ്പോൾ അവനെ അങ്ങനെ അടിച്ചിട്ട് ഒരടി അടിച്ചാൽ മതി, അവൻ ചത്തോളും. എന്നിട്ട് അവിടെ ഒരു ഗ്ലോ അടിച്ച് നേരെ പോയിട്ട് അവൻ്റെ ഒറ്റ അടി ഉണ്ടാക്കി നമ്മൾ ചാവും. അടിച്ച് പുയ്യ അടിച്ച് നമ്മുടെ ഒരു PR കളിക്കാൻ പോവാണ്. സൗണ്ടൊന്നും ആരും മുന്നിലാക്കല്ല കേട്ടോ. പിന്നെ നമ്മൾ PR കളിക്കണോ CS കളിക്കണോ നമുക്ക് കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമ്മൾ നേരെ BRലോട്ട് തന്നെ പോയി. ഇവിടെ പോയി BR എടുത്ത് ഞാൻ BR ആണ്. I should have finished those deep fried chicken wings from last night. ക്യാരക്ടർ സ്കില്ല് സാൻഡിനുമാണ് ചെയ്യുന്നത്. നമുക്ക് ഊക്കോണം ക്യാരക്ടർ മാച്ചിലാക്കാൻ പറ്റത്തില്ല. ഇതെന്തോ ഗൈസ്, ഞാൻ എപ്പം കളിക്കുവാണെങ്കിൽ കലഹരിയായിരുന്നു. കഴിഞ്ഞ കളി കളിച്ചപ്പം കലഹരി ഞാൻ വെറുതെ അവരോടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാമോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇറങ്ങിയിട്ട്. അത് അവിടെ നമ്മൾ നല്ല ഊട്ടറിലുണ്ടായിരുന്നു. പ്രാവശ്യം നമുക്ക് അവിടെ നല്ല ഊട്ടം നിൽക്കും. അവിടെ ഇത്തിരി എണ്ണീറ്റ് നോക്കുന്നു. മാമോട്ട് എവിടെയാണെന്ന് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ നോക്കാൻ നേരത്ത് മാമോട്ട് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. മാമോട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. ഇത്തിരി വരിക നേരത്തെ എൻ്റെ മാമോന്ന് സ്ഥലത്ത് നോക്കുന്നത്. ആ പോകാൻ പറ്റും.
പറ്റത്തില്ല. ഒരു 60 60 പോകാം. കൂടുതൽ അങ്ങോട്ട് വരെ പോകാൻ പറ്റുമെന്നാണ് നല്ലതായിട്ടൊന്ന് ആക്കി നോക്കിയാൽ പോകാൻ പറ്റുമെന്നാണ്. ആമൂതെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ പറ്റത്തില്ലെന്ന് ഒത്തിരി കൂടെ ഓടും. പക്ഷെ അവിടെ ആരും ഇറങ്ങത്തില്ല. അതുകൊണ്ട് നമുക്ക് അൽബൂട്ടൊക്കെ കിട്ടുന്നു. അതാണ് എൻ്റെ ടെക്നിക്ക്. ഇന്നത്തെ വീഡിയോ 10 മിനിറ്റ് ഒന്നും എടുക്കുമ്പോൾ നമുക്ക് ഇന്ന് കുറേ ബിയറൊക്കെ പുഷ് ചെയ്യണം. കുറേ ബിയർ പുഷ് ചെയ്യണം. ഷോർട്സ് ഒന്നും അല്ലല്ലോ, വീഡിയോ അല്ലേ. അപ്പം ബിയറൊക്കെ കുറേ പുഷ് ചെയ്യണ്ടേ. ഫസ്റ്റ് തന്നെ എൻ്റെ മുന്നിൽ ആർസണൽ തുറന്നിട്ടേക്കും. ഇതാരാ തുറന്നിട്ടേന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ അതിനകത്തൊരു AW ഒന്നും എനിക്ക് കിട്ടി. എനിക്കറിയത്തില്ല AW കൊണ്ട് അടിക്കാൻ AW മാറ്റി. എന്നിട്ട് നമുക്ക് കുറച്ച് എംട്രം എടുത്ത് എന്നിട്ട് ആമും കാര്യങ്ങളൊക്കെ എടുത്ത് 24 ആമൊക്കെ കിട്ടി. ധാരാളമാണെന്ന് പറഞ്ഞ് ഞാൻ മാമൂത്തിൻ്റെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. കിട്ടിയ കണ്ണ് വെച്ചിട്ട് എനിക്ക് പക്ഷേ ഈ സ്കാറും ഇഷ്ടമല്ല. സ്കാർ എൻ്റെ സ്കിന്നോ ഒരുമാതിരി പുലിയടാകുന്നത് തോലെടുത്ത് അതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ സ്കിന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സ്കാർ എടുത്ത് കളിക്കത്തില്ല. സ്കാറ് ചിലപ്പോഴെങ്ങാനും എടുക്കും. ലോൺ വൂൾഫിലെടുക്കും. സ്കാർ ചെയ്യുമല്ലോ അവന്മാരെടുക്കും. നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നല്ല ലൂട്ടൊക്കെയാണ് കിട്ടിയത്. എനിക്ക് ഈ പന്ന കണ്ണ് മാത്രമേ കൈയോട് കിട്ടത്. ഇതെനിക്ക് അറിയാം. നമുക്ക് വേറെ കണ്ണു SKS എനിക്ക് ഇഷ്ടമല്ലേ. നല്ല കണ്ണൊന്നും ഇല്ലേടെ ഇവിടെ. ഇത് നല്ല SKS എനിക്ക് വാങ്ങില്ല. ഒട്ടും ഹെഡ് കറത്തില്ല. ഉപ്പക്കറിൻ്റെ കൂട്ടായിരുന്നു. ആദ്യമൊക്കെ വിചാരിക്കാതെ ഉപ്പക്കറിൻ്റെ കൂട്ടം തന്നെയാണ്. പക്ഷെ ഉപ്പക്കറിൻ്റെ കൂട്ടം അത് അതിനേക്കാൾ എത്തിയൊന്നുമില്ല. ഉപ്പക്കറാണല്ലേ. ഞാനപ്പോൾ ഇവിടുന്ന് ഹൈപ്പർ റേറ്റ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. ഹൈപ്പർ റേറ്റ് വാങ്ങിച്ചാൽ നമുക്ക് മറ്റേ AK-47 പിന്നെ ഇൻഫിനിറ്റ് ആമോ MBA ഒക്കെ നമ്മളിവിടെ കോയിൻ തപ്പി ഓടുന്നു. അവിടെ കോയിൻ ഉണ്ടെന്ന് എനിക്ക് കാണിക്കുന്നുണ്ട് മാപ്പിൽ. ഞാൻ അവിടെ ഒന്ന് പോയി നോക്കാം. കോയിനൊന്നും ഇല്ലല്ലോ. അതിൻ്റെ പുറകിലാണോ? അതിൻ്റെ പുറകെ കോയിനുണ്ട്. അപ്പോൾ 600 കോയിൻ, അതിന് 200 കോയിനാ മതി. ഇവിടെ നമുക്ക് നോക്കാവുന്ന എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കോയിനൊന്നും ഇല്ലല്ലോ. ഈ ലൂട്ടിലല്ലോ കോയിനുള്ളൂ. ഇനി ഒരു ഇല്ലെടുത്താലേ കോയിൻ കിട്ടത്തുള്ളൂ. ഇനി ആദ്യം നമ്മൾ ഈ സംഭവത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇതാണ് ഇതിന് പേരെന്തോ ഞാൻ മറന്നു. ഹൈപ്പർ ക്രേറ്റിലൊക്കെ ഹൈപ്പർ ക്രേറ്റിൽ ബ്രോ ഇപ്പം നമുക്ക് നമ്മളപ്പം ഒരു മഷ്റൂം ജനറേറ്റർ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ഒരു ഹിറ്റ് ലിസ്റ്റ് വാങ്ങിച്ചു. പിന്നൊരു M8 വാങ്ങിച്ചു. M10 അവിടെ എനിക്ക് M8 വലിയ വേണ്ടത് വാങ്ങിക്കുന്നു. ഞാൻ നമ്മൾ ഇതെടുത്ത് ഓടി ഇവിടെ എനിക്ക് ഹിറ്റ് ലിസ്റ്റ് എവിടെ കിട്ടിയെന്ന് ഞാൻ ആരും ഇൻവൈറ്റ് ഇട്ട് നമ്മളപ്പം പോവുകയാണ്. നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നു. ഹിറ്റ് ലിസ്റ്റ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ ഇതൊരു സംഭവമാണ്. ഇത് വാങ്ങിക്കാൻ നേരത്ത് നമുക്ക് അടുത്ത വല്ല എനിമി ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കും. ഞാൻ ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ എനിമി ഇല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇത് കോയിൻ വഴി ഇതാണ്ട് എൻ്റെ ഹിറ്റ് ലിസ്റ്റ് ഓടി പോകുന്നു. നമ്മൾ ഇത്തിരി ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗുവാൾ എടുത്ത് നമുക്ക് പിന്നെ ഈ ഒരു ഗുവാൾ അങ്ങനെ ഈ പൊട്ടാത്ത ഗുവാൾ ആദ്യം ഒരു കവറുള്ള ഗുവാൾ അതെങ്ങനെ കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയെങ്കിൽ അത് കാണിക്കുന്നു. ഗുവാളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ പോയി ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോയി എന്നിട്ട് അങ്ങനെ കണ്ടു കൊടുത്തൊരാളും ചത്തില്ല. ആ കളി അങ്ങ് പോയി. പ്ലസ് അടിക്കുക നോക്കുവാണ് ഞാനിപ്പം. പ്ലസ് അടിച്ചാൽ മതിയായിരുന്നു. 50% പിന്നെ ബർമുട വരാനോ അത് നമുക്ക് അടുത്തടിക്കാറ് തന്നെ പുഷ് ചെയ്യാം. ഇപ്പോൾ ഇത്തിരി ലോങ് ആയെന്നും എനിക്ക് സംശയമുണ്ട്. പിന്നെ ആൾക്കാർ കമൻ്റ് ഇടുന്നില്ല, അതുകൊണ്ടാണ്. ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഇടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്.
കഴിഞ്ഞടാ ചിറ്റേൻ ആര് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും മതിയോ? ഞാൻ ഏകദേശം 10 മിനിറ്റൊക്കെ വീഡിയോ കൂടാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് 1 മണിക്കൂറൊക്കെ എടുത്തിടാം. ടാറ്റ ഗൈസ്. ഇന്ന് രാത്രി നമുക്ക് വീഡിയോ ഉണ്ട്. ടാറ്റ ഗൈസ്.